Our citizenship is in heaven, not here in this world. ഈ ലോകത്തിലല്ല. ഈ ലോകവുമായിട്ട് നമുക്ക് എന്താ ബന്ധം? ഇവിടെ നമുക്ക് എന്താ കാര്യം? യു ലിവ് ലൈക്ക് ദിസ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് പ്രീച്ച്. ഇത് പ്രസംഗിക്കേണ്ട ഒരു ശബ്ദത്തല്ല, ഇത് ജീവിച്ച് കാണിക്കേണ്ടതാണ്. ഇത് ജീവിച്ച് കാണിക്കേണ്ടതാണ്. ഐ വാസ് ദർ ഇൻ ദ ചർച്ച് ഫോർ 9 years. എന്തെങ്കിലും ഒരു അപാകത എന്നിൽ കണ്ടിട്ടുണ്ടോ? കാണാൻ ഇടയാക്കിയിട്ടില്ല. ഐ എം നോട്ട് ടെല്ലിങ് ഐ എം പെർഫെക്റ്റ്, ബട്ട് അങ്ങനെ ഒരു അപാകത വരുത്താനായിട്ട് ഇടയാക്കിയിട്ടില്ല. ആരെങ്കിലും എന്നെ പറ്റി പറയുക, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ പറയുമോ? പറയുമോ? പറയാൻ ഇടയാക്കത്തില്ല. അതാണ് ശുശ്രൂഷന്റെ ക്വാളിറ്റി. ഞാൻ മോശക്കാരനാണെന്ന് ഒരാളും പറയത്തില്ല. ഇഫ് എനിവൺ സേ ഐ ആം നോട്ട് വർത്തി, ഐ വിൽ സ്റ്റോപ്പ് ദിസ് മിനിസ്ട്രി. ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തില്ല പിന്നെ എന്തോന്ന് ശുശ്രൂഷ? വാട്ട് പോൾ ഈസ് സേയിങ്? ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. എന്താ പൗലോസ് പറയുന്നത്? അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റുക, നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഇവിടെ ഞായറാഴ്ച വന്നിട്ട് എന്ത് കൈയടിച്ച് പോയിട്ട് എല്ലാം കിട്ടുമോ? അവിടെ അബ്രഹാം ചെങ്കടൽ കടന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടുമോ? നിങ്ങൾ മാറണം. You should be a new person. You have to pursue peace. എല്ലാം പിടിയിട്ടേന്ന് അറിയത്തില്ല. So, ministry is not doing something here, but it is making connection with heaven. സ്വർഗവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതാണ് ശുശ്രൂഷ. സ്വർഗവുമായിട്ട് എത്ര പേർക്ക് ബന്ധമുണ്ട്? If you have connection with heaven, you will show the love of Jesus to everyone. ആ യേശുവിന്റെ സ്നേഹം എല്ലാവരോടും കാണിക്കും. എല്ലാം പിടികിട്ടിയെന്ന് അറിയത്തില്ല. So, God will change everyone's life. നിങ്ങളുടെ എല്ലാം ജീവിതത്തെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. വിടുതൽ വേണമല്ലേ? അറിയാതെ തലയാട്ടിപ്പോയി. At the same time, it is a deliverance clinic. ഇത് ശുശ്രൂഷകരെ വളർത്തിയെടുക്കുന്ന സ്ഥലം ആണെങ്കിൽ കൂടെയും ഇറ്റ് ഈസ് എ ഡെലിവറൻസ് ക്ലിനിക്. ഇത് വിടുതലിന്റെ സ്ഥലമാണ്. ഹൗ ടു ഗെറ്റ് ഡെലിവറൻസ്? വിടുതൽ കിട്ടണം എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു കം ഹിയർ അറ്റ് റൈറ്റ് ടൈം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ ആദ്യം വരിക. 2, യു ഹാവ് ടു റിപ്പന്റ്. യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. ദൈവത്തോട് സത്യസന്ധമായിരിക്കണം. യു ഹാവ് ടു കീപ് ദ വേർഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടി. ഇതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് വിടുതൽ കിട്ടാത്തത്. പാലിൽ വെള്ളം ചേർത്താൽ എങ്ങനെ? പാലിൻ്റെ ക്വാളിറ്റി പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും ക്വാളിറ്റി കുറയും. ഹൗ മെനി ഓഫ് യു ആർ എൻജോയിങ് യുവർ ക്രിസ്ത്യൻ ലൈഫ്? എത്ര പേര് ക്രിസ്തുവിൽ സന്തോഷിക്കുകയാണ്? സോ വേറൊരു സന്തോഷമുള്ള കാര്യം കൂടെ ഞാൻ പറയാം. God will establish every one of you here. നിങ്ങളെ എല്ലാവരെയും ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യും. അഡ്രസ് ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബിഫോർ ബാപ്റ്റിസം ഐ ഹാഡ് നോ അഡ്രസ്. എനിക്ക് അഡ്രസ് ഇല്ലായിരുന്നു. സ്നാനത്തിന് മുമ്പ് എനിക്ക് അഡ്രസ് ഇല്ല. But now I have an address. Why? It is Christ who is living. ഇപ്പോൾ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ് വരണമെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണം. യു ഹാവ് ടു ഡൈ. നിങ്ങൾ മരിച്ചിട്ട് ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണം.
അവിടെ ഒരു വിവാഹം നടക്കുന്ന പോലെ കാണുന്നുണ്ട് വീട്ടിൽ. ഐ സീ എ മാരേജ്. മകള് വല്ലതും വിവാഹം നോക്കുന്നോ? ഐ സീ എ മാരേജ് കമ്മിങ്. എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മകള് കല്യാണം നോക്കുന്നു. എന്താ? ഓക്കെ. എ മാരേജ് ഇസ് കമ്മിങ് ഇൻ ദ ഹൗസ്. വേക്കൻസി സ്റ്റിൽ ഓപ്പൺ. നിങ്ങൾ വല്ല ജോലി നോക്കിയാ? ഇവിടെ ദൈവവേലയുടെ ഉള്ളപ്പോൾ വേറെ ജോലി നോക്കാൻ പോയിരിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞ വാട്ട് ഐ സെഡ് ഹിയർ, why people are looking for other job because they don't trust in God. ജോലി നിങ്ങൾക്ക് എന്തോ ജോലി ഡിപ്പാർട്ട്മെന്റിൽ അല്ലേ? എവിടെയായിരുന്നു? ഓക്കെ. സോ ദ ബെസ്റ്റ് ജോബ് ഇൻ ദിസ് വേൾഡ് എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ജോലിയും വലിയ ജോലി ഏതാണ്? ബീയിങ് എ സെർവന്റ് ഓഫ് ഗാഡ്. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസിയായിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പദവി. അതിന് വേണോ വേണ്ടോ എന്ന് വെക്കേണ്ടത് നിങ്ങളാണ്. I came to know Christ because I had a failure in the business. ഞാനൊരു റെയിൽവേ കോൺട്രാക്ടർ ആയിരുന്നു. അതിൽ നഷ്ടം വന്നപ്പോഴാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങിയത്. But when I started praying, I understood that I should serve the Lord. പ്രാർത്ഥന തുടങ്ങി, ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ആ ജോലിയല്ല ചെയ്യേണ്ടത്, ഞാൻ യേശുവിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. Everyone will be blessed if you are faithful in serving the Lord. ദൈവവേല ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ദൈവവേല ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും. സോ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? Don't talk with the worldly people. They cannot understand what is going on in your life. You look at the life of Moses. മോശയുടെ ജീവിതം നോക്ക്. He left the palace. മോശ കൊട്ടാരം വിട്ടു വന്നല്ലേ? What he got? എന്താ കിട്ടിയത്? ബുക്ക് വായിച്ചേ. ലൂക്ക് അല്ല, ഹീബ്രൂസ് 11 ഇന്നലെ വായിച്ചല്ലോ, 29. ഇതൊരു മർമ്മമാണ് ഞാൻ പറയുന്നത്. അല്ല, അതിന്റെ തൊട്ട് മേലെ അതായത് പ്രതിഫലം നോക്കി. അത് എത്രാമത്തെ വാക്യം? The book of Hebrews 11:25 is saying Moses looked into the reward. എന്തിനാ ആൾക്കാർ നല്ല ജോലിക്ക് പോകുന്നത്? എന്തിനാ? ടെക്നോ പാർക്കിൽ പല പല കമ്പനികളുണ്ട്. എന്ത് നല്ലത് നോക്കി കയറും അല്ലേ? എല്ലാം മിഡിൽ ഈസ്റ്റിലൊക്കെ എല്ലായിടത്തും അങ്ങനെയാണ്. നല്ല നല്ല കമ്പനികൾ പോയി നോക്കും. ഒന്നിൽ ജോലി മോശമാണെങ്കിൽ ശമ്പളം മോശമാണ്, അടുത്തതിൽ കയറും. എന്താണ്? they will look into the reward. അവര് പ്രതിഫലം നോക്കുകയാണ്. എത്രയൊക്കെ മനസ്സിലാകുന്നു? Don't look into the reward in flesh. ജഡത്തിലല്ല പ്രതിഫലം നോക്കേണ്ടത്. You look into the reward in spirit. ആത്മാവിലാണ് പ്രതിഫലം നോക്കേണ്ടത്. ആ വചനം വായിച്ചേ. മോശ എന്ത് ചെയ്തു? പ്രതിഫലം. He looked into the reward. He denied being the husband of the king of Pharaoh's daughter. ഫറവോന്റെ മകളുടെ ഭർത്താവ് എന്ന പദവി നിരസിച്ചു. He rejected every wealth of the Egypt. മിസ്രൈമിയരുടെ എല്ലാ നിക്ഷേപങ്ങളെയും
അപ്പൊ എന്താ വലിയ ധനം അവിടെ നിന്ന്? അത് അവർക്ക് മനസ്സിലാകത്തില്ല. വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത്? The affliction of Christ is the greatest wealth. അതായത് ക്രിസ്തു